നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ തുടക്കം മുതൽ തന്നെ സൗഹൃദത്തിലായവരാണ് ജാസ്മിനും ഗബ്രിയും. പിന്നീട് ലവ് ട്രാക്കുമായി ഇവർ മുന്നോട്ട് പോയത് ഹൗസിനകത്തും പുറത്തും വലിയ വിമർശനങ്ങൾക്കാണ് കാരണമായത്. പിന്നാലെ തങ്ങൾക്ക് പരസ്പരം ഇഷ്ടമാണെന്നും അതേസമയം പ്രായോഗികമല്ലാത്തതിനാൽ പ്രണയത്തിലെത്താതെ പിടിച്ചു വച്ചിരിക്കുകയാണെന്നുമാണ് ഇവർ വ്യക്തമാക്കിയത്. അതിനിടയിൽ ഗബ്രിയോടുള്ള ഇഷ്ടം കഴിഞ്ഞ ദിവസം വീണ്ടും ജാസ്മിൻ തുറന്നു പറഞ്ഞു. ഈ കാണിക്കുന്ന ബന്ധത്തിൽ തനിക്ക് ഒരു ക്ലാരിറ്റി വേണമെന്നായിരുന്നു ഗബ്രിയോടും റസ്മിനോടുമായി ജാസ്മിൻ വ്യക്തമാക്കിയത്. ഇതിന് ഉത്തരം കിട്ടണമെങ്കിൽ ഞാനോ ഇവളോ ഇവിടെ നിന്ന് പോകണം. സത്യമായി പറയുകയാണെങ്കിൽ എനിക്ക് ഈ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിച്ച് മടുത്തു എന്നാണ് ഇതിന് ആദ്യം ഗബ്രി നൽകിയ മറുപടി. ഇതോടെ എനിക്കൊരു അടിവരയിടണം. ഇതിൽ എന്റെ ഒരുപാട് തെറ്റുകളുണ്ട്. തെറ്റുകൾ കൂടുതലും എന്റെ ആയിരിക്കും. ഇവനൊരു കാര്യത്തിൽ മിണ്ടാതായാൽ ഞാൻ ഇവനെ വെറുതെ വിട്ടാ മതി. പക്ഷെ ഞാൻ അതിൽ ആശങ്കപ്പെടുകയും ശബ്ദമുയർത്തുകയുമാണ്, ജാസ്മിൻ ആവർത്തിച്ചു. ഇതോടെ ഈ വിഷയത്തിൽ ജാസ്മിന് ഞാനൊരു ക്ലാരിറ്റി കൊടുത്തിട്ടുണ്ട് എന്നാണ് ഗബ്രി പറയുന്നത്. എനിക്ക് ഇവളെ ഇഷ്ടമാണ്, സ്നേഹമാണ്. പക്ഷെ ഇവളെ കല്യാണം കഴിക്കാൻ പറ്റില്ല. രണ്ടു പേർക്ക് വളരെ ആഴത്തിലുള്ള പ്രണയം, പക്ഷെ അവർക്ക് അതുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല. തെറ്റാണോ? എന്നെ ഇവിടെ തളർത്താൻ പറ്റുന്ന ഒരേ ഒരാൾ ജാസ്മിൻ മാത്രമാണ്. ഇവളെ ഉപയോഗിച്ചോ ഇവളോ എന്നെ ടാർഗറ്റ് ചെയ്താൽ ഞാൻ താഴെ പോകും. അതല്ലാതെ ഈ വീട്ടിലെ 18 പേരും ഒരുമിച്ച് വന്നാൽ എന്റെ രോമത്തിൽ പോലും തൊടാനാകില്ല. ഞാൻ എന്റെ സുഹൃത്തുക്കളുടെ അടുത്ത് എങ്ങനെയാണോ അതിൽ കൂടുതൽ ഇവളെ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുക്കാനോ ഇവളുടെ കൂടെ കയറി കിടക്കാനോ ഞാൻ നിന്നിട്ടില്ല. മ്ലേച്ഛകരമായിട്ടോ 80+ ആയിട്ടോ അല്ലെങ്കിൽ ഒരു റൊമാൻറ്റിക് ട്രാക്കായിട്ട് ഫിസിക്കലി ചെയ്യുന്ന ഒരു കാര്യവും ഞാൻ ഇവിടെ ചെയ്തിട്ടില്ല. റസ്മിന്റെ അടുത്ത് ചെയ്യുന്നത് മാത്രമേ ഞാൻ ഇവളോടും ചെയ്തിട്ടുള്ളൂ. പിന്നെ കണ്ണിൽ വരുന്ന നോട്ടത്തെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇവൾക്ക് ഞാൻ ഇനി എന്ത് ക്ലാരിറ്റി കൊടുക്കാനാണ്? ഇഷ്ടമാണ്, പക്ഷെ പറ്റില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ഗബ്രി ചോദിച്ചു. ഇതോടെ നെഞ്ച് തകർന്ന ജാസ്മിനെയാണ് പ്രേക്ഷകർ കണ്ടത്. എല്ലാവർക്കും ഇതൊരു ഗെയിമാണ്. പക്ഷെ റസ്മിനെ, എനിക്ക് ഈ ഗെയിമിനകത്ത് എനിക്ക് ഒരു കൊച്ചു ഹൃദയമുണ്ട്. ഞാൻ അതിനകത്ത് വലിച്ചു കയറ്റുന്നത് വളരെ കുറച്ച് ആളുകളെ മാത്രമാണ്. ഇപ്പോൾ ഞാൻ ഇത് സംസാരിക്കുന്നത്, ഞാൻ ഈ കാര്യം ചോദിക്കാൻ പോകുമ്പോൾ അവൻ സ്കിപ്പ് ചെയ്ത് വിടുകയാണ്. എന്നാൽ ഇപ്പോൾ എനിക്ക് ഇതിൽ ഉത്തരം കിട്ടി. ഇനി നിന്നോട് ഞാൻ ഇതിനെപ്പറ്റി ചോദിക്കുകയേ ഇല്ല. ഇതെന്റെ ലാസ്റ്റ് വാക്കാണ് എന്ന് ജാസ്മിൻ പറഞ്ഞു. പിന്നീട് റസ്മിന് മുന്നിൽ വീണ്ടും തന്റെ വിഷമങ്ങൾ ജാസ്മിൻ പങ്കിട്ടു. ഈ 7 ആഴ്ചയും വേസ്റ്റ് ആയി പോയി, ഒന്നുമല്ലെന്ന് തോന്നി. ഒരുപക്ഷെ അവൻ ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം തന്നേക്കാം. പക്ഷെ എനിക്കത് കേൾക്കുകയേ വേണ്ട. എനിക്ക് ആസ് എ ഫ്രണ്ട് ഭയങ്കര ഇഷ്ടമാണ്. ഒരിക്കലും അവനോടുള്ള സ്നേഹത്തിന് കുറവുണ്ടാകില്ല. എനിക്ക് കിട്ടാനുള്ളത് കിട്ടിക്കഴിഞ്ഞു. എനിക്കിവിടെ എന്റെ എല്ലാം പോയി എന്നാണ് ജാസ്മിൻ റസ്മിനോടായി പറഞ്ഞത്. എന്നാൽ നീയായി വരുത്തി വെച്ചതാണെന്നും ഇതിനെല്ലാം നീ തന്നെയാണ് ഉത്തരവാദി എന്നുമായിരുന്നു റസ്മിൻ നൽകിയ മറുപടി. പക്ഷേ ഇനിയും നീ അവന്റെ അടുത്ത് പോയാൽ ഇനി നിന്റെ കൈ പിടിക്കാൻ ഞാൻ ഉണ്ടാകില്ലെന്നും റസ്മിൻ വ്യക്തമാക്കി. സാഗ് ന്യൂസ്, തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.